ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മണ്ടാല ആർട്ടാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒരുപാട് പേരുണ്ട് മണ്ടാല ആർട്ട് നല്ല പെർഫെക്ഷനിൽ ചെയ്യുന്നത്. അത്രയ്ക്കൊന്നും ഞാൻ വരില്ല, ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒന്നും മണ്ടാലേനെ കുറിച്ച് എനിക്ക് ഒരു വിവരവും ഇല്ലാതെയാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോകുന്നത്. പിന്നീട് ഞാൻ കുറേയധികം റെഫർ ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും അറിവ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ യൂഷ്വലി നമ്മൾ MDF ബോർഡിലാണ് മണ്ടാല ചെയ്ത് വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ക്യാൻവാസിൻ്റെ ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്യാം കേട്ടോ. മണ്ടാല ഡോട്ട് ആർട്ട് വരുന്നുണ്ട്, മണ്ടാല ആനിമൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മണ്ടാല ആർട്ടും വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ക്യാൻവാസ് ബോർഡിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടണം. മണ്ടാല ആർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കൂടുതലും അതിൽ ജോമെട്രിക് പാറ്റേൺസ് ഒക്കെയാണ്. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ജോമെട്രിക് പാറ്റേൺസ് ഒക്കെയാണ് കൂടുതലായിട്ട് മണ്ടാല ആർട്ടിൽ വരുന്നത്. അതായത് പുരാതന സംസ്കൃതത്തിൽ മണ്ടാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബുദ്ധിസത്തിലും ഹിന്ദുയിസത്തിലൊക്കെയാണ് മണ്ടാല ആർട്ട് കൂടുതലുമായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം നമുക്ക് ക്യാൻവാസ് ബോർഡിൻ്റെ പോയിൻ്റ്, സെൻറ്റർ ഓഫ് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എല്ലാ ലൈൻസും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മളുടെ മിഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ നമുക്ക് സർക്കിൾസ് വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ മണ്ടാല ആർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നർ പീസ് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബുദ്ധിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കാരണം ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ ആർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കുക. അത് കൊളാവുന്നെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് അത് പിന്നീട് ചെയ്ത് തന്നെയാണല്ലോ പഠിക്കുക. ഇങ്ങനെ ഏകദേശം നമ്മളുടെ മനസ്സിലുള്ള ഐഡിയ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോ സർക്കിൾസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ഞാൻ സർക്കിൾസ് വരച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ MDF ബോർഡ്, റൗണ്ടിലുള്ള MDF ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കോമ്പസ് വെച്ചിട്ടും നമുക്കിങ്ങനെ സർക്കിൾസ് ചെയ്ത് കൊടുക്കാം. പല രീതിയിൽ നമുക്ക് മണ്ടാല ആർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ നമ്മുടെ സർക്കിൾസൊക്കെ വരച്ചു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മണ്ടാല ആർട്ട് ഡോട്ട് ആർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബ്രഷ് അല്ലെങ്കിൽ പെൻസിലിൻ്റെ ബാക്ക് സൈഡ്, ബ്രഷിൻ്റെ ബാക്ക് സൈഡ് പല സൈസിൽ വരുന്ന ബ്രഷ് ഉപയോഗിക്കാം, പെൻസിൽ ഉപയോഗിക്കാം, പേന. ഇപ്പോൾ തെളിയാത്ത പേനയാണ് ഞാൻ എടുത്തേക്കുന്നത്. ബഡ്സ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഒരു എന്താ പറയുക, ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മണ്ടാല ടൂൾസ് അവൈലബിൾ ആണ്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെവിക്രൈലിൻ്റെ അക്രാലിക് കളേഴ്സ്, ക്യാമൽ, അങ്ങനെ ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ. അക്രാലിക് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കളേഴ്സ് ഒട്ടുമിക്ക എല്ലാവരുടെയും അടുത്ത് അവൈലബിൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ കളറ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
അങ്ങനെ നമ്മുടെ മണ്ഡാല ആർട്ട് ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.